ഹായ് സുഖം എല്ലാവർക്കും. കുറേ എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോ അതാ ഞാനിവിടെ കാണിച്ച ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ്. ഇത് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്നും ഞാനും സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളും സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതായത് മറ്റ് ഈ കള്ളത്തരങ്ങളിലേക്ക് അല്ലെങ്കിൽ എം ഡി എം എ പോലുള്ള വിൽപ്പനകളിലേക്കോ അല്ലെങ്കിൽ കഞ്ചാവ് പോലുള്ള വിൽപ്പനകളിലേക്കോ അല്ലെങ്കിൽ ബ്ലാക്കിന് മദ്യം വാങ്ങി വിൽക്കുന്ന വിൽപ്പനയിലേക്കോ ഒന്നും പോവാതെ മാന്യമായിട്ട് ജോലിയെടുത്ത് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചൊരു ചെറുപ്പക്കാരനെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയുള്ളൊരു കാര്യം, ഈ പയ്യനെ, ഈ ഒരു വ്യക്തിയെ നടു റോഡിലിട്ട് MVD വളഞ്ഞിട്ട് പിടിച്ചു അല്ലേ. ഈ വളഞ്ഞിട്ട് പിടിച്ചിട്ട് അപ്പോൾ ഈ ആൾക്കാരുടെ മുമ്പിൽ ഇവൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു കൊടും കുറ്റവാളിയെ പോലെയാണ് എന്താക്കുന്നത് ഇവനെ ആ ഒരു റോഡിൽ വെച്ചിട്ട് ഇവർ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവൻ്റെ ഒരു മാനസികാവസ്ഥ, അതായത് അധ്വാനിക്കാൻ വേണ്ടി, കുടുംബം മാറ്റാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അവനവൻ്റെ ചിലവുകൾ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെ വന്നൊരു വ്യക്തിയാണ് എന്താക്കുന്നത് ഇത്തരം രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ കാര്യം. എനിക്ക് ആ മീഡിയാസിൻ്റെ കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ മീഡിയാസ് ഇവനെ ഷൂട്ട് ചെയ്യുന്നത് ഏതോ MDMA കേസിൽ അല്ലെങ്കിൽ ഏതോ റേപ്പ് കേസിൽ ഒക്കെ പിടിക്കപ്പെട്ടൊരു പ്രതിയെ പോലെയാണ് എന്താക്കുന്നത് ഇവർ ഇത് വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത്. അതിനെക്കാട്ടിലുപരി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നെളിഞ്ഞു നിൽക്കുന്ന ആ MVD ഏമാന്മാർ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും പറയുകയാണ്, നല്ല വൃത്തിക്ക് കൈക്കൂലി വാങ്ങുന്ന അല്ലെങ്കിൽ നല്ല വൃത്തിക്ക് ചീത്തപ്പേരുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് MVD അല്ലേ. ഒരു സംശയമില്ല. കാരണം ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാർക്കെന്ന് മാത്രമല്ല വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെൻ്റ് അല്ലല്ലോ MVD അല്ലേ. അത്ര വലിയ പുണ്യാളം. എന്തായാലും ഫയർഫോഴ്സിനെ പോലത്തെ നല്ലൊരു പേരിലുള്ള ഡിപ്പാർട്ട്മെൻ്റ് അല്ലല്ലോ MVD ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ നെഞ്ചും വിരിച്ചിട്ട് നിൽക്കുകയാണത് യാതൊരുവിധ എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാരെന്ന രീതിയിൽ ഞങ്ങൾ ഈ കണ്ട അനീതികളെല്ലാം ഞങ്ങൾ കാറ്റിൽ പറഞ്ഞ രീതിയിലൊക്കെ അങ്ങനെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരെ കണ്ടത്. എനിക്കിങ്ങനെ ഈ പറഞ്ഞ സമൂഹത്തോടും ഇവിടെയുള്ള ഭരണപക്ഷത്തോടും അല്ലെങ്കിൽ ഈ ഭരിക്കുന്ന ആളുകളോടും പറയാനുള്ളത്, ഇവിടെ തൊഴിൽ മേഖല ഉണ്ടാക്കിയെടുക്കണം. ഈ പറഞ്ഞ ഊബർ ടാക്സി അല്ലെങ്കിൽ ഈ പറഞ്ഞ റാപ്പിഡോ ടാക്സി ഇതൊന്നും നിയമപരമല്ലെങ്കിൽ, നിയമവിധേയമല്ലെങ്കിൽ നിയമവിധേയമാക്കണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. കാരണം ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ തെണ്ടിത്തരോ തമ്മാടത്തരോ കാണിക്കാണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ അവന് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഇവിടെ വേണ്ടത്. അതല്ലേ ചെയ്യേണ്ടത്. ഇതിപ്പം ചെന്നൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി റാപ്പിഡോയിൽ യാത്ര ചെയ്തു. അവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരാൾ പോകണം, ഞാൻ ഒറ്റയാളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, എനിക്ക് ഒരാൾ യാത്ര ചെയ്യാനുള്ള ബൈക്ക് മാത്രം മതി. അതിന് പകരം ഞാൻ 3 ആൾ യാത്ര ചെയ്യേണ്ട ഓട്ടോൻ്റെ പൈസ ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ പറഞ്ഞ വിലക്കയറ്റം കുറയ്ക്കാൻ പ്രധാനപ്പെട്ട സഹായം കൂടി സമൂഹത്തിന് ചെയ്യും. അതുകൂടാതെ ഈ പറഞ്ഞ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വരുമാന മാർഗ്ഗം കൂടി ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിൽ വർധനവ് ഉണ്ടാക്കാനുള്ള സംവിധാനം ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യല്ലേ വേണ്ടത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യല്ലേ വേണ്ടത്. അതിന് പകരം ഈ സംഭവങ്ങളൊന്നും നടക്കില്ല, നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിക്കോ, നിങ്ങൾ മറ്റേ MDMA അല്ലെങ്കിൽ കഞ്ചാവോ എന്ത് സംഭവം വിറ്റാലും വേണ്ടി ഞങ്ങളത് പിടിക്കും, നിങ്ങളെ പിടിച്ച് അകത്തിടും എന്നുള്ള സംഭവമല്ലേ. ഇവിടെ ഈ കേരളത്തിലെ സർക്കാർ മുമ്പോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത് അല്ലേ. ഒന്ന് മദ്യവിൽപ്പന, രണ്ടാമത്തത് ലോട്ടറി വിൽപ്പന. ഇത് രണ്ടും വാങ്ങണ പൈസ വേണം അല്ലേ. ഈ രണ്ടും വാങ്ങണ പൈസ വേണം എന്ത് ചെയ്യണം? അധ്വാനിച്ചാൽ പൈസ കിട്ടണം. അധ്വാനിക്കാൻ ജോലി വേണ്ടേ? ആ ജോലിക്ക് വേണ്ടിയില്ലേ ഇപ്പോൾ ഈ പറഞ്ഞ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തീറ്റിപ്പോൾ അവർക്ക് അണ്ണാക്കിലേക്കും അവരുടെ കുടുംബത്തിനും ഞാൻ കിട്ടുന്നത് ഈ പറഞ്ഞ സാധാരണക്കാർ അധ്വാനിച്ചിട്ട് ഈ പറഞ്ഞ മദ്യവും ഇവിടെയുള്ള ഈ സാധാരണ കൺസംഷൻ ഗുഡ്സ് വാങ്ങുന്നത് കൊണ്ട് മാത്രമാണ്. അത് വാങ്ങണം എന്ത് ചെയ്യണം? അത് വാങ്ങാൻ അവർക്ക് വരുമാനം ഉണ്ടാവണം, ലോട്ടറി വാങ്ങണം ആൾക്കാർ. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ വീട്ടിലേക്കുള്ള പരിപ്പ് വേകുള്ളൂ. അല്ലെങ്കിൽ കടമെടുക്കണം. ആ കടത്തിൻ്റെ പദ്ധതി ആർക്കാണ് വരുന്നത്? ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കേരളീയർക്കാണ് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാതെ ഇത് നിയമപരമല്ല, ഇത് നിയമപരമാക്കില്ല എന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ നോക്കുന്നതിന് പകരം നിങ്ങൾ നിയമപരമാക്കാൻ നോക്ക്. അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കുക. ഇനി ഇൻഷുറൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുന്നതിന് ആ ഭരണകൂടം അതിന് തുനിയല്ലേ വേണ്ടത്. ഇതേ രീതി തന്നെയല്ലേ ഇപ്പം ഈ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടെത്തിയത്തോളം ഞാൻ പറയാണ്, ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും അവിടെ ജീവിക്കുന്നുണ്ട്, പല മലയാളികൾ അവിടെ പോയിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതേ സംവിധാനം, അതേ തൊഴിൽ സംവിധാനം നമ്മളെ കേരളത്തിലും ഉണ്ടാക്കിയല്ലേ വേണ്ടത്. നാട് ഓടുമ്പോൾ നടുവേ ഓടുന്ന ഇട്ടില്ലേ. അതിന് പകരം നാടോടുമ്പോൾ കുറുകെ ഓടിയിട്ടാണോ ഇത് ചെയ്യേണ്ടത്? അപ്പോൾ ഇത്തരം ഒരു മുൻവിധി ഇല്ലാത്ത അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഭരണ സംവിധാനമാണ് ഏറ്റവും വലിയ പരാജയം. ഇതൊക്കെ മാറ്റിയെടുക്കേണ്ട സമയം കഴിഞ്ഞ് സുഹൃത്തെ. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം ഇന്ന് നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ നേരെ UK-ലേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകാൻ കാരണം എന്താണ്? ഇവിടുത്തെ ജീവിത സാഹചര്യം വളരെ പാറ്റപതാണ്, വളരെ മോശമാണ്. ഇവിടെ ഈ മതപരമായിട്ടുള്ള കുറച്ചൊരു സൗഹൃദങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം മാത്രമല്ല, വേറൊരു പുണ്ണാക്കൂല്ല ഇവിടെ.
ഈ പറഞ്ഞ കേരളത്തിൽ എന്താണ് കൺസംഷൻ സ്റ്റേറ്റ് ആണ്. എന്ത് സാധനം വേണമെങ്കിലും പൈസ കൊടുത്ത് വാങ്ങണം. ആ പൈസ കൊടുക്കാനുള്ള പൈസ ഇവിടെ നിന്ന് ഉണ്ടാക്കേണ്ടത്, അധ്വാനിച്ചുണ്ടാക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ആണ് ഉണ്ടാക്കുന്നത് നിങ്ങളിവിടെ? എനിക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു തൊഴിലുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നെഗളിപ്പ് അല്ലേ? ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇത്തരം ഒരു സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പാടാക്കുന്നതിന് പകരം ഇങ്ങനെ ആളുകളെ ദ്രോഹിക്കുക, നിയമത്തിൻ്റെ ഈ പറഞ്ഞ നൂലാമാലകളും മറ്റേ കെട്ടുകളും കഥകളൊക്കെ പറഞ്ഞിട്ട് നശിപ്പിക്കല്ലേ വേണ്ടത്. ഇവിടെ ഒരു യുവജന കമ്മീഷൻ ഉണ്ടെന്ന് കേട്ടു. ഈ യുവജന കമ്മീഷൻ എന്താണ് ചെയ്യുന്നത്? ഈ പറഞ്ഞ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആ ലേഡീൻ്റെ പേര് ചിന്ത, അവർക്കൊക്കെയുള്ള ശമ്പളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് കേട്ടതാണ്. എന്ത് പിണ്ണാക്കിനാണ് ഇരിക്കുന്നത്? ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾ ഇടപെട്ടിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. അതിന് പകരം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ഇത്തരം ഒരു കാര്യം എൻ്റെ കാര്യത്തിൽ വരുന്ന കാര്യമേ അല്ല, ഇത് ആരോ എന്തോ എവിടെയോ എന്ന് ചിന്തിക്കുന്ന സംവിധാനമല്ല വേണ്ടത്. ഇവിടെ എന്ത് ചെയ്യണം? സിസ്റ്റം മാറണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1948 ആണ് ചൈനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ചൈന എവിടെ നിൽക്കുന്നു, നമ്മളെവിടെ നിൽക്കുന്നു? ഇതുപോലത്തെ ഓരോരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടാണ് ചൈന അത് മാറ്റം വന്ന് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ലോകരാഷ്ട്രമായിട്ട് മാറിയത്. അതിന് ഈ പറഞ്ഞ കുഞ്ഞു കേരളവും സപ്പോർട്ട് ചെയ്യണം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതിന് ഇത്തരം ഒരു മുടന്തൻ പിന്തിരിപ്പൻ ആശയങ്ങളല്ല കൊണ്ടുവരേണ്ടത്. പിന്നെ ഏതെങ്കിലും ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വന്നിട്ട് അതിനൊരു കൊടി പിടിക്കല്ലേ വേണ്ടത്. അവിടെ ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പാടാക്കണം. ഇതൊന്നും ചെയ്യാതെ, ഇത്തരം ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്ത് പുണ്ണാക്കിലെ വർക്കാണ് നിങ്ങൾ കാണിക്കുന്നത്? പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഈ പറഞ്ഞ മോഡിഫിക്കേഷനൊക്കെ, വാഹനത്തിൻ്റെ മോഡിഫിക്കേഷൻ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞൊരു കാര്യം തന്നെയാണ് അല്ലേ? ഈ പറഞ്ഞ മോഡിഫിക്കേഷൻ നടത്തുന്ന സ്ഥാപനങ്ങൾ ഇത് വിൽക്കരുത് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കരുത് എന്ന് പറയാനുള്ള ഒരു ആർജവം ആര് കാണിക്കണം? ഇവിടുത്തെ ഭരണകൂടം അല്ലെങ്കിൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കണം. അതേപോലത്തെ ഒരു സംഭവം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇത്തരം ഒരു ഊബർ ആപ്പിനോ അല്ലെങ്കിൽ റാപ്പിഡോ ആപ്പിനോ എതിരെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറുവിനൽ അനക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ ഇവിടുത്തെ ഏതെങ്കിലും ഭരണ സംവിധാനത്തിനോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കോ നിങ്ങളുടെ പിടിവിറയ്ക്കും. അതും അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് നേരെ കൈക്കൂലി കിട്ടും അല്ലേ? അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? ആ പരിപാടിക്ക് പോകില്ല. ഇത്രയും കാര്യങ്ങളല്ലേ. ഞാൻ ഇത്രയും കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇന്നത്തെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന ഒരു യുവതയുടെ ഒരു ശബ്ദമായിട്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. ചിലപ്പോൾ ഇതിനെതിരെ അഭിപ്രായം ഉണ്ടാവും. കാരണം നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, ചിലപ്പോൾ അമ്മയെ തല്ലിയാൽ രണ്ടഭിപ്രായം എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഇതിനെതിരെ അഭിപ്രായം ഉണ്ടാവും. മറ്റേ ബൈക്കിന് ടാക്സിക്കാരും ഒക്കെ പറയാൻ പോകുന്ന കാര്യം, ഞങ്ങൾ ക്ഷേമനിധി അടയ്ക്കുന്നുണ്ട്, ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഞങ്ങൾ അതടയ്ക്കുന്നുണ്ട്, ഇതടയ്ക്കുന്നുണ്ട്. ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഞാനും ഒരു ഡ്രൈവറുടെ മകൻ തന്നെ. എനിക്കത് പറഞ്ഞതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ എന്നെ പോറ്റി എന്നെ ഈ ലെവലിൽ എത്തിച്ചത് ഈ പറഞ്ഞ വളയം പിടിച്ച കൈകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിലൊരു സംശയവും കാര്യത്തിൽ. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞ ഊബർ ടാക്സിയോ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അതും നിയമവിധേയമാക്കാൻ ഇവിടുത്തെ സമൂഹവും ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും തയ്യാറാവണം. എന്നിട്ട് ജോലി കൊടുക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു മൈൻഡിൽ ആ ഒരു സംഭവം അവിടെ തീർന്നു എന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾക്കും പറയാനുള്ള കാര്യങ്ങൾ പറയുക ഈ കമൻറ്റ് ബോക്സിൽ. അത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. കാരണം പ്രതികരിച്ചില്ലെങ്കിൽ എന്താ പറയുക, ഇത്തരം ഒരു ചെറ്റത്തരം അല്ലെങ്കിൽ ഇത്തരം ഒരു ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പണിയെടുത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെയാണ് അത് പ്രതികരിച്ചത്. ഓക്കെ, താങ്ക് യു.